കള്ളനോട്ട് ഉണ്ടാക്കാൻ വേണ്ടി നോട്ടിന്റെ അതേ രൂപം വരച്ചു ഉണ്ടാക്കിയെങ്കിലും ഒറിജിനൽ നോട്ടിലെ വാട്ടർമാർക്ക് ഉണ്ടാക്കാൻ അവരെക്കൊണ്ട് കഴിഞ്ഞില്ല. എങ്കിലും കൂട്ടത്തിലുള്ള ഒരുത്തൻ ഒരു വഴി കണ്ടെത്തി. രണ്ടു നേർത്ത പേപ്പർ പാളികൾക്കിടയിൽ വാട്ടർമാർക്ക് വെച്ചൊട്ടിച്ചാൽ യഥാർത്ഥ നോട്ടിന്റെ അതേ കട്ടിയും വാട്ടർമാർക്കും കിട്ടും. തുടർന്ന് ഒറിജിനൽ നോട്ട് അച്ചടിക്കുന്ന കടലാസിന്റെ ബാക്കി കൊണ്ടുണ്ടാക്കുന്ന ഫോൺ ഡയറി പേപ്പറിന് യഥാർത്ഥ നോട്ടിന്റെ 1/3 കട്ടിയുണ്ടെന്ന് വർഷങ്ങളുടെ തിരച്ചിലിനൊടുവിൽ ഹെൻറി മനസ്സിലാക്കി. ജീവകാരുണ്യത്തിനെന്ന വ്യാജേന ഒരു ടെലികോം കമ്പനി സിഇഒയിൽ നിന്ന് അവർ ടൺ കണക്കിന് ആ പേപ്പർ സംഘടിപ്പിച്ച് അച്ചടി തുടങ്ങി. അതുകണ്ട് വിദഗ്ധർ പോലും ഞെട്ടിപ്പോയി. പക്ഷേ അടുത്ത തടസ്സം ബാങ്കുകൾക്ക് മാത്രം കിട്ടുന്ന നിറം മാറുന്ന പ്രത്യേക മഷിയായിരുന്നു. അത് തട്ടിയെടുക്കാൻ ഹെൻറി നടുറോഡിൽ ട്രാക്ടറിട്ട് മഷി കൊണ്ടുപോയ വണ്ടി തടഞ്ഞു. സെക്യൂരിറ്റിക്കാർക്ക് നേരെ വെടിവെച്ച് ശ്രദ്ധ തിരിച്ചപ്പോൾ സ്നൈപ്പർമാർ അവരെ വീഴ്ത്തി. അവർ മഷിയുമായി കടന്നു. തെളിവ് നശിപ്പിക്കാൻ വണ്ടി ബോംബ് വെച്ച് തകർക്കുകയും ചെയ്തു. താവളത്തിലെത്തി യന്ത്രങ്ങൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കള്ളനോട്ടുകൾ അച്ചടിച്ചുകൂട്ടി. അതിന് ഒറിജിനലിനേക്കാൾ ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ മഷി തീർന്നു പോകുമെന്ന് പേടിച്ച് ഈഥനും ഹെൻറിയും സ്ഥിരമായൊരു വഴിക്കായി ലോകം മുഴുവൻ കറങ്ങി പല മഷികളും പരീക്ഷിച്ചു. ഒടുവിൽ മറ്റൊരു ഗ്യാങ്ങുമായി ഡീൽ നടക്കുമ്പോൾ അവരുടെ നേതാവിന്റെ കാറിലെ പെയിന്റിന് ഡോളറിലെ നിറം മാറുന്ന മഷിയുടെ അതേ ലുക്കാണെന്ന് ഈഥൻ ശ്രദ്ധിച്ചു. അതോടെ ആ പ്രശ്നവും പരിഹരിച്ചു.